ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കാപ്പുച്ചിനോ കോഫിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും അതുപോലെ തന്നെ കോഫി ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ച് കുടിക്കുന്ന കാപ്പുച്ചിനോ കോഫി എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ട് നമുക്കൊരു കപ്പ് എടുക്കാം. സ്റ്റീലിൻ്റെ കപ്പായിരിക്കും നല്ലത്. ഞാൻ സ്റ്റീലിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കാപ്പുച്ചിനോ കോഫി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഞാൻ 10 രൂപയുടെ നെസ്കഫേയുടെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. കോഫി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കോഫി പൗഡറിന് ഞാൻ 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2.5 ടീസ്പൂൺ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളത്തിന് പകരം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായി ബീറ്റ് ചെയ്യുക. കൈകൊണ്ട് ഇങ്ങനെ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ബീറ്റ് ചെയ്താൽ നമുക്ക് ഈ കോഫി പൗഡറിൻ്റെ കളറ് തന്നെ മാറിയിട്ട് നല്ലൊരു ക്രീമി കളറായിട്ട് മാറി കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ കോഫി അതുപോലെ തന്നെ പഞ്ചസാരയും ചൂടുവെള്ളം കൂടി നന്നായി മിക്സായിട്ട് ഒരു ക്രീം കളറായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ക്രീം ഇട്ട് കൊടുക്കാം. കുറച്ച് ക്രീം ആദ്യം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നന്നായി തിളപ്പിച്ച ചൂടുപാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ബാക്കി പാൽ കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിന് മുകളിലേക്കായി കുറച്ച് ക്രീം കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം. എന്തെങ്കിലും ഡിസൈനൊക്കെ മുകളിൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഇഷ്ടപ്രകാരം അത് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ കാപ്പുച്ചിനോ കോഫിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.